ഇതുവരെ റെഡി ആയില്ലേ? വരാം മക്കളെ. നിങ്ങൾ വരാം. ഓടിക്കും. ആളെപ്പറ്റി ഒരു വിവരമില്ല സാർ. പിന്നെ സംഭവം നേരിൽ കണ്ടോന്ന് പറയുന്ന പെൺകുട്ടി അവൾ ആകെ പെശകാണ് സാർ. അവൾ പറയുന്നതൊക്കെ സത്യമാണോന്ന് എനിക്ക് സംശയമുണ്ട് സാർ. എന്താ അത്? പിന്നെ മേനോ സാർ അവളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇവിടെയുള്ള ആൾക്കാർക്ക് അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത്. കാര്യം തെളിച്ചു പറയടോ സാർ. അത് മിസ്റ്റർ കൈമൾ. അതെ സാർ. എന്ത് ചെയ്യുന്നു? എനിക്ക് ഹാർഡ്വെയർ ബിസിനസ്സാണ്. മേനോൻ സാർ കൊല്ലപ്പെട്ട വിവരം മിസ്റ്റർ കൈമൾ എങ്ങനെ അറിഞ്ഞ? ക്രിസ്മസ് പാർട്ടിക്ക് പോകാനായി ഞാനും വൈഫും ഫ്ലാറ്റ് പൂട്ടി ഇറങ്ങുമ്പോഴായിരുന്നു ശബ്ദവും കരച്ചിലും കേട്ടത്. ഓടിച്ചെന്ന് നോക്കുമ്പോൾ മരിച്ചു എന്ന് എങ്ങനെ മനസ്സിലായി? മുകളിലത്തെ ഫ്ലാറ്റിലെ ഡോക്ടർ ടോണി വന്ന് നോക്കി. യെസ് സർ, ഐ എം ടോണി. സംഭവ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ എൻ്റെ ഫ്ലാറ്റിലായിരുന്നു സർ. കൈമൾ സർ പറഞ്ഞാണ് ഞാൻ വിവരം അറിയുന്നത്. ചെന്ന് നോക്കുമ്പോഴേക്കും പൾസ് നിലച്ചിരുന്നു. എന്താണോ ഇന്നലെ 6:30 കഴിഞ്ഞിട്ട് എൻട്രി ഒന്നും കാണാനില്ലല്ലോ? സാർ, ഇന്നലെ ഇവിടെ കുട്ടികളുടെ ക്രിസ്മസ് പാർട്ടി ആയിരുന്നു. പുറത്തുനിന്ന് ധാരാളം ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. അപ്പോ ഇന്നലെ പാർട്ടിക്ക് വന്നവരുടെ പേരൊന്നും എൻട്രി ചെയ്തിട്ടില്ല അല്ലേ? ഇവിടെ ഉണ്ടാവണം. മിസ്റ്റർ കൈമൾ, മേനോൻ സാറിനെ കൊലപ്പെടുത്തിയത് എന്താ പെൺകുട്ടി? എന്താ കുട്ടിയുടെ പേര്? ജാസ്മിൻ. അവര് വ്യക്തമായി കണ്ടു എന്നാണോ പറഞ്ഞത്? അത് പിന്നെ ആ കുട്ടിക്ക് ആളെ വ്യക്തമായില്ല. അതിന്റെ കോൺടാക്ട് ലെൻസ് താഴെ എവിടെ പോയി. അത് തന്നെത്താൻ നോക്കിയെടുക്കാൻ പറ്റാതെ വന്നപ്പോ മേനോൻ സാറിനെ വിളിക്കാൻ ചെന്നപ്പോഴാണ് ഈ സംഭവം നടന്നെന്നാ പറഞ്ഞത്. ഈ ജാസ്മിനെ കുറിച്ച് മിസ്റ്റർ കൈമളിന് എന്തറിയാം? പ്രത്യേകിച്ചൊന്നും അറിയില്ല സർ. അവരിവിടെ വന്നിട്ട് 4 ദിവസമേ ആയുള്ളൂ. ഏതോ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ജോലി. പിന്നെ മേനോൻ സാറായിട്ട് വലിയ അടുപ്പത്തിലായിരുന്നു. എപ്പോഴും അവർ ഒരുമിച്ച് കാണും. ശിവരാമൻ സർ. കോൾ ഹർ. ആരെയാണ് സർ? എടോ ആ പെൺകുട്ടിയെ. ആ കുട്ടി വല്ലാത്ത ഷോക്കിലാണ് സർ. കുറച്ചു മുമ്പ് തല ഇറങ്ങി വീണു. ഡോക്ടർ വന്ന് പരിശോധിച്ചു. ഞാൻ മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തു സർ. താൻ എന്തിനാടോ ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകുന്നത്? എന്തൊരു ദീനാനുകമ്പ സർ. ഇനി എല്ലാ തെളിവും അവളുടെ മൊഴിയാ. വിളിക്കോളെ. അല്ല സർ. സർ സർ, ആ ടി വിക്കാരകത്ത് കയറി പടമെടുക്കണമെന്നും ACPയോട് സംസാരിക്കണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹള. ഞങ്ങൾ പറ്റില്ലാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. ഞാൻ വരാം. ആർക്കാടാ ഇവിടെ കൊലപാതകം ഷൂട്ട് ചെയ്യേണ്ടത്? സർ, ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ 12 മണിക്കൂറായിട്ട് കാത്തു നിൽക്കുന്നു. ഒരു ഫോട്ടോഗ്രാഫ് പോലും എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇതെന്ത് ന്യായമാണ്? വേണ്ട, താൻ എന്നെ ന്യായം പഠിപ്പിക്കണ്ട. സർ, ഞങ്ങൾ ട്രൂ വിഷൻ ന്യൂസ് ചാനലിൽ നിന്നാണ്.
ആ ബോഡി കിടക്കുന്ന സ്പോട്ട് ഒന്ന് കവർ ചെയ്യണം. തന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചത്? എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ കാത്തിരിക്കുക, പിന്നെ 100 പേരുടെ ഇന്റർവ്യൂ, 1000 വ്യാഖ്യാനങ്ങള്, ഒടുവിൽ കൊന്നതാരാണെന്നുള്ള കണ്ടുപിടുത്തു. പിന്നെ എന്തിനാടാ കൊച്ചനെ ഞങ്ങൾ ഈ ഉടുപ്പിട്ടിരിക്കുന്നേ? ഇപ്പൊ പറ്റില്ല സർ. മൊഞ്ചല് ദേഹത്ത് തൊടരുത് സർ. തൊട്ടാല് ദേഹത്ത് തൊടാതെ സംസാരിക്കാലോ. തൊട്ടാൽ നീ എന്തിടാ? സാർ എന്തിനാ ഇവിടെ എത്തി. എക്സ്ക്യൂസ് മീ, മനസ്സിലായില്ല. വിജയ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ട്രൂ വിഷൻ ന്യൂസ് സർവീസ്. ദയവായി ഇവരെ നഗരത്തേക്ക് കടത്തിവിടണം. പറ്റില്ല എന്ന് ഇവരോട് മര്യാദയ്ക്ക് പറഞ്ഞല്ലോ. നിങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പൊ കണ്ടതാ. താൻ ആരാ എന്നെ മര്യാദ പഠിപ്പിക്കാൻ? പ്ലീസ് ബിഹേവ് യുവർ സെൽഫ്. എനിക്ക് സംസാരിക്കേണ്ടത് അകത്തിരിക്കുന്ന തന്റെ ഏമാൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഉണ്ടല്ലോ, അയാളോടാണ്, തന്നോടല്ല. പച്ച മലയാളത്തിലാ പറഞ്ഞേ അകത്തേക്ക് പോകാൻ പറ്റില്ലെന്ന്. ഏയ് എന്താ അവിടെ? എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ലൈസൻസ് ആണ് ഈ ജോലി എന്ന് കരുതണ്ട. അതാദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റിലെ കാക്കിയിട്ട ഇതുപോലുള്ള ഗൂണ്ടകളെയാണ്. ഞങ്ങൾ ആരുടെ ഔദാര്യം ചോദിച്ചു വന്നൊന്നുമല്ല. ന്യൂസ് സർവീസ് നെറ്റ്വർക്കിന് നിയമപ്രകാരം അനുവദിച്ചു തന്നിട്ടുള്ള സ്വാതന്ത്ര്യം, അതാണ് ഞങ്ങൾ ആവശ്യം. സ്റ്റോപ്പ് ഇറ്റ് മിസ്റ്റർ വിജയ്. ഒരു വിശദമായ ചർച്ചയ്ക്ക് എനിക്കിപ്പോ സമയമില്ല. ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താനോ വിലപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാനോ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. മിസ്റ്റർ ആനന്ദ്, ഒന്ന് ചോദിച്ചോട്ടെ, ഞങ്ങൾ ആ മുറിക്കകത്തൊന്ന് കടന്നാലുടനെ ആവിയായി പോകുന്ന എന്ത് വിലപ്പെട്ട തെളിവുകളാണ് അതിനുള്ളിലുള്ളത്? ഇനി അതല്ല, നിങ്ങൾക്കിതൊരു അഭിമാനത്തിന്റെ പ്രശ്നമാണെങ്കിൽ അത് പറഞ്ഞേക്ക്, ഞങ്ങൾ പൊയ്ക്കോളാം. ബട്ട് വി വിൽ ബി ഫോഴ്സ്ഡ് ടു ടേക്ക് അപ്പ് ദ മാറ്റർ വിത്ത് ദ ഹോം മിനിസ്റ്റർ. കയറ്റി വിട്ടു. ഇനി ഞാനായിട്ട് മാധ്യമ സ്വാതന്ത്ര്യം വിലക്കുന്നു വേണ്ട. കയറ്റിവിട്ടാൽ മാത്രം പോരാ, ജസ്റ്റിസ് മേനോൻ വധത്തെ കുറിച്ചുള്ള സാറിന്റെ കമന്റും നോ കമന്റ്സ്. മതി. ആ ക്യാമറ റെഡിയാവുമ്പോ സാർ ഇത് ഒന്നുകൂടി പറയണം. നോ കമന്റ്സ്. സാർ, ആ പെൺകുട്ടി വെയിറ്റ് ചെയ്യുന്നു, ജാസ്മിൻ. ജാസ്മിൻ, Say yes or no. Yes. Then tell me. അയാളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അത് എന്താ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അതല്ല, ഞാൻ കണ്ടില്ല. കണ്ടു എന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ? ഇപ്പൊ മാറ്റി പറയുന്നത് എന്താ? എന്താ ചോദിച്ചിട്ടില്ലേ? അത് എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. എന്റെ കോണ്ടാക്ട് ലെൻസ് താഴെ വീണുപോയി. അപ്പോഴാണ്. ആ കൃത്യസമയത്ത് തന്നെയാണ് കൊല നടന്നതല്ലേ? എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇവിടെയുള്ള മറ്റുള്ളവരോടും പോലീസുകാരോടും പറഞ്ഞൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന്. യുവർ എക്സ്പ്ലനേഷൻ ഓഫ് ദ സിറ്റുവേഷൻ ഈസ് ലീസ്റ്റ് കൺവിൻസിംഗ്. ഫോർ ഇൻസ്റ്റൻസ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, എ ഫാക്ട് ഓഫ് കോമൺ നോളജ്. ഇത്തരത്തിലുള്ള ശക്തിയേറിയ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന ആരും അത് നഷ്ടപ്പെട്ടാൽ ഉപയോഗിക്കുന്നതിനായി അതേ പവറുള്ള ഒരു കണ്ണട സൂക്ഷിക്കാറുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിലൊരു കണ്ണടയുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്ലാറ്റിലുണ്ടോ? എങ്കിൽ എന്തുകൊണ്ട് കോൺടാക്ട് ലെൻസ് നഷ്ടപ്പെട്ടപ്പോൾ സഹായത്തിന് മേനോനെ വിളിക്കാൻ ഒരുങ്ങാതെ ആ കണ്ണട എടുത്ത് വെച്ചില്ല? പക്ഷേ അതിന്റെ ഗ്ലാസ് പൊട്ടിപ്പോയി. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മയാണ്. കണ്ണടയുടെ ഗ്ലാസ് പൊട്ടുക, കോൺടാക്ട് ലെൻസ് താഴെ പോവുക, ആരും കാണാത്തൊരു കൊലപാതകയെ കണ്ടു എന്ന് പറയാ, എന്നിട്ട് അയാളെ തിരിച്ചറിയാതിരിക്കുക. കൊള്ളാം, വളരെ നന്നായിട്ട്. And don't think that I'm a fool. ഒരു കാര്യം കൂടെ എനിക്കറിയണം. ഇവിടെ ഇൻസ് ഓഫ് മൾട്ടിമീഡിയയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് മദ്രാസിലായിരുന്നു എന്നല്ലേ മൊഴി കൊടുത്തിരുന്നത്? അതിനു മുമ്പോ? Come on, tell me. Where do you belong to? നിങ്ങളുടെ ഫാമിലി എവിടെയാണ്? ഫാമിലി മദ്രാസിൽ വരുന്നതിന് മുമ്പ് ഞാൻ ബോംബെയിലായിരുന്നു. Then what's your Kerala connection? Tell me what's your Kerala connection? പോയിക്കോളൂ. ആ പിന്നൊരു കാര്യം, നമ്മൾ ഇനിയും കാണും നാളെ എന്റെ ഓഫീസ്. അപ്പോൾ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ഇട്ടിരിക്കണം. മനസ്സിലായോ? പ്ലീസ് മാഡം, 1 സെക്കൻഡ്. മാഡം ആണല്ലോ സംഭവം നേരിൽ കണ്ടത്. എന്താ കണ്ടെന്നൊന്ന് പറയാമോ? എ ബ്രീഫ് കമന്റ്. മീര, ലീവ് her alone. താങ്ക്സ്. It's okay. ഗുഡ് ഈവനിങ്. വരണം. എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. എന്തായിരുന്നു ഇന്നത്തെ പെർഫോമൻസ്? അതെ വിജയേട്ടാ, ഈ പോലീസിന്റെ മെക്കെട്ട് കയറുന്ന പണി നിർത്തിക്കോട്ടോ. കുറച്ച് നാളെ തുടങ്ങിയിട്ട്. എന്തോ
എടാ നീ യൂണിഫോം ഇടാൻ തുടങ്ങുന്നതിന് കൃത്യം 7 വർഷം മുമ്പ് ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും കന്റോൺമെന്റ് സ്റ്റേഷനിലെ 4 പോലീസ് ജീപ്പുകൾ ഒറ്റക്കെറിഞ്ഞ് തകർത്ത കുട്ടി സഖാവായിരുന്നില്ലടാ നീ. അത് പിന്നെ എന്നെ പോലുള്ള പാവം പയ്യന്മാരെ വിപ്ലവം പറഞ്ഞ് പഠിപ്പിക്കുമ്പോ ഓർക്കണായിരുന്നു. ഓ അപ്പോഴും കുറ്റം എനിക്ക്. നമസ്കാരം. ഇന്നത്തെ പെർഫോമൻസ് കലക്കി. ഓപ്പണർ ഉണ്ടോ? ഓപ്പണറൊക്കെ ഉണ്ട്, പക്ഷെ ഇത് ഇവിടെ പറ്റില്ല. ഓക്കെ, വേണ്ട. ഞാൻ വീട്ടിൽ പോകുന്നതിന് മുമ്പ് വിജയിനെ ഒന്ന് കയറി കണ്ടിട്ട് പോകാന്ന് കരുതി വന്നതാ. ഈ ബിയർ ഇങ്ങനെ വലിച്ചു കയറ്റി ഫിറ്റ് ആയിട്ടൊന്നും വീട്ടിൽ ചെന്ന് വലിയ പ്രശ്നമാണെന്ന് ഞാൻ അറിഞ്ഞു. അതെന്റെ ആഭ്യന്തര പ്രശ്നം. അതിൽ ACP ഇടപെടണ്ട. പിന്നെ ഒരു ബിയർ കുടിച്ചാൽ ഉടനെ ഫിറ്റായി പോകുന്നവനാണ് ഞാനെന്ന ചീപ്പ് കോമഡിയും വേണ്ട. വിജയ് തന്നെ പറ, ഞാൻ ഇവന്റെ ആരാ? ഇവന്റെ സ്വന്തം അച്ഛന്റെ സ്വന്തം പെങ്ങടെ സ്വന്തം മകൻ. നാട്ടു നടപ്പനുസരിച്ച് ഇവന്റെ ചേട്ടൻ ആണോ? അല്ലേ? ആണോ? ആണ്. പക്ഷെ 4 ആളുടെ മുമ്പിൽ വെച്ചുള്ളവന്റെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് തൂങ്ങിച്ചാകാൻ വരെ തോന്നാറുണ്ട്. അത് നല്ലതാ. പിന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് യു ആർ മൈ സബോർഡിനേറ്റ്, കീഴുദ്യോഗസ്ഥൻ. പ്രോട്ടോകോൾ. എല്ലാ കോളിനും മേലെ ഒരു വിളി ഉണ്ട് മോനെ, ഗുരുത്വം. അതില്ലെങ്കിലേ. May I come in, sir? Yes. വരൂ. ഒരു മിനിറ്റ്. ന്യൂസിൽ 3 minute സ്റ്റോറി മീരയുടെ കമന്ററിയും കൊടുത്തു. ശരി സർ. ഓക്കെ. ആ പിന്നെ എന്തായി നിന്റെ അന്വേഷണം? ഗോട്ട് എനി ക്ലൂ? ആബ്സല്യൂട്ട്ലി നത്തിങ്. മേനോൻ സാറിനെ പോലൊരാളെ കൊന്നിട്ട് ആർക്ക് എന്ത് കിട്ടാനാ? സ്വത്ത് കിട്ടാൻ, അല്ലെങ്കിൽ മേനോൻ ജീവിച്ചിരിക്കുന്നത് ഒരു ഭീഷണിയായി കരുതുന്നവരും ഉണ്ടാവാം. ദാറ്റ്സ് റൈറ്റ്. ഞാൻ ആ ആംഗിളൊക്കെ ചെക്ക് ചെയ്തു. കരോളിന് വന്ന് വിളിച്ച കുട്ടികളാണെന്ന് കരുതിയിട്ടാണ് മേനോൻ സാറ് വാതിൽ തുറന്നത്. ഇട്ടിരിക്കുന്ന ഡ്രസ്സും മാസ്കും ഒക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ വന്നയാൾ അകത്ത് കയറാനോ സംസാരിക്കാനോ കൂട്ടാക്കാതെ ഷൂട്ട് ചെയ്യാനോ ഉണ്ടായത്. ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന പലപ്പോഴും വാടക കൊലയാളികളാണ്. യു ആർ റൈറ്റ്. ഇതൊരു എന്താ പറയുക, മാറ്റർ ഓഫ് ഫാക്ട് കില്ലിംഗ് ആണ്. ഒരു ജോലി ചെയ്ത് തീർക്കുന്ന പോലെ. നിനക്കറിയൂ, ഇതിലൊരു വലിയ ഐറണിയുണ്ട്. 4 ദിവസം മുമ്പാണ് ഞാൻ മേനോൻ സാറിനെ നേരിട്ട് കാണുന്നത്. ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിനെ ക്ഷണിക്കാൻ ഞാൻ ഇന്ന് സാറിന്റെ വീട്ടിൽ പോകാനിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടി വന്നത്. വിജയേട്ടാ, ആ പെണ്ണ് ജാസ്മിൻ, അവൾ ഇതിലൊരു പ്രധാന ലിങ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് അവിശ്വസനീയമാണ് അവളുടെ മൊഴി. നാളെ അവളെ ശരിക്കൊന്ന് കുടയണം. ഗുഡ് മോർണിംഗ് സർ. ഐ ആം അഡ്വക്കേറ്റ് സീതാലക്ഷ്മി. കൊള്ളാം. ലീഗൽ പ്രൊട്ടക്ഷനോടെയാണല്ലോ വരവ്. എന്താ സംശയം? ഇതുപോലൊരു ഓഫീസിൽ, നിങ്ങളെപ്പോലൊരു ഓഫീസറുടെ മുമ്പിൽ നിയമപരമായ യാതൊരു സുരക്ഷയുമില്ലാതെ വരാൻ. നോ, വെറുതെ ക്ഷോഭിച്ച് ബഹളം ഉണ്ടാക്കണ്ട. ഒരു സാധാരണ പൗരന് നിയമം അനുവദിക്കുന്ന മിനിമം ആനുകൂല്യമാണിത്. ഇത് ഓണർ ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. വെൽ, ഇറ്റ് സീംസ് യു അഗ്രി വിത്ത് അസ്. എന്താ ഇത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഐ സ്പെഷ്യലിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. കോണ്ടാക്ട് ലെൻസോ കണ്ണടയോ ഇല്ലാതെ 10 വാര അകലെ നിൽക്കുന്ന ഒരാളിനെയോ വസ്തുവിനെയോ വ്യക്തമായി കാണാൻ ജാസ്മിന് കഴിയില്ല എന്നാണ് അദ്ദേഹം സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. കൊലപാതകയെ ജാസ്മിന് തിരിച്ചറിയാൻ കഴിയില്ലെന്ന് തെളിയിക്കാൻ ഇത് മതി. ലെൻസിന്റെ പവറും മറ്റു ഡീറ്റെയിൽസും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിലുണ്ട്. യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. ഇനി നിങ്ങളുടെ അടുത്ത ചോദ്യം, ലെൻസ് നഷ്ടപ്പെട്ടാൽ ഉപയോഗിക്കാൻ എനിക്ക് കണ്ണടയില്ലേന്ന്. ഇത് റോസ് ഓപ്റ്റിക്കൽസിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് നോട്ടിന്റെ ഫോട്ടോ കോപ്പിയാണ്. ഞാനും മരിച്ച ജസ്റ്റിസ് മേനോനും ചേർന്ന് മിനിഞ്ഞാന്ന് എന്റെ കണ്ണട ചില്ല് മാറ്റാൻ അവിടെ കൊടുത്തു. ലെൻസിന്റെ പ്രത്യേകത കാരണം അത് ശരിയായി കിട്ടാൻ 2 ആഴ്ച സമയമെടുക്കും. ഇനി കണ്ണട ഞാൻ മനഃപൂർവ്വം കേടാക്കിയതാണ് എന്നൊക്കെ പറയാനാണ് ഭാവമെങ്കിൽ, വെൽ, യു വിൽ ഹാവ് ടു പ്രൂവ് ദാറ്റ്. ഇനി 3ാമത്തെ ചോദ്യം, എന്റെ ബാക്ക്ഗ്രൗണ്ട്, ഐഡന്റിറ്റി. ഇത് മദ്രാസിലും ബോംബെയിലും ഞാൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ്സിന്റെ അഡ്രസ്സസ്. പിന്നെ എന്റെ പ്രീവിയസ് എംപ്ലോയറിൽ നിന്നും ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എനിക്ക് കിട്ടിയ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പികൾ. ക്രിമിനൽ റെക്കോർഡുള്ള ഒരാൾക്ക് ഇത് കിട്ടില്ലല്ലോ. ഇതിൽ കൂടുതൽ എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് തൽക്കാലം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അവസാനമായി ഒരു കാര്യം കൂടി. ഇന്നലെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് കഴിയാതിരുന്നത് പോലീസ് മുറയുടെ മൂർച്ചയിൽ പതറിയതുകൊണ്ടല്ല, നിങ്ങളുടെ ശൗര്യത്തിന് മുമ്പിൽ വിറച്ചു പോയതുകൊണ്ടുമല്ല. എന്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്കറിയാമോ, ജസ്റ്റിസ് മേനോനെ കൊന്നിട്ട് ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയ ആ മനുഷ്യന്റെ മുഖം കണ്ടെത്താൻ നിങ്ങളെക്കാളും ആഗ്രഹമുണ്ട് എനിക്ക്. കണ്ടെത്തിയാൽ അയാളെ വെറുതെ വിടില്ല ഞാൻ.
ഏത് കോടതിയിലും അയാൾക്കെതിരെ മൊഴി നൽകാൻ ഞാനുണ്ടാവും. Now, goodbye.